ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ള രാജ്യമാണ്. കാലിത്തീറ്റ കുംഭകോണം, ബോഫോഴ്സ് ഇടപാടുകൾ, അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ വന്നിട്ടുള്ള CBI ആണ് അവസാനം അന്വേഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ഗവൺമെന്റാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, അവിഹിതമായ പണം കയ്യിൽ വയ്ക്കൽ, ഇങ്ങനെ ഫ്രാഡ് മണി എന്നാണ് പറയുന്നത്, ഫ്രാഡ് മണി കൈകാര്യം ചെയ്യൽ, ഫ്രാഡ് മാർഗത്തിലൂടെ പണം കണ്ടെത്തൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം, നമ്മുടെ ഞാൻ പറഞ്ഞു വരുന്നത് എക്സാലോജിക്കിൻ്റെയും വീണ വിജയൻ്റെയും കഥയാണ്. പറഞ്ഞു വരുന്നത് 3 കോടി രൂപയുടെ കഥയെ കേൾക്കുന്നുള്ളൂ ഇവിടെ. ഈ EDയുടെ കഥ പിണറായി വിജയനുമായി കണക്ട് ചെയ്യണമെങ്കിൽ കുറേ ചുറ്റുപോടേണ്ടി വരും. ഇന്നലെ റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരിടത്ത് റെയ്ഡ് ചെയ്യാൻ പോയാൽ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടെ പട്ടിയും പൂച്ചയും എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം അവിടെ പിടിച്ച് വയ്ക്കും. നിങ്ങൾ വെച്ച് ഇരിക്കുമെന്ന് പറയും ഇവിടെ. അതവിടെ വേലക്കാരുണ്ടെങ്കിലും പുറത്ത് വിടത്തില്ല. അതാണ് ഒരു റെയ്ഡിൻ്റെ ഒരു തിയറി. അതുകൊണ്ട് വീണ വിജയൻ താമസിക്കുന്ന വീട് ആണ് റെയ്ഡ് ചെയ്തത് ഇന്നലെ. പിണറായി വിജയൻ്റെ വീടല്ല. പക്ഷെ പിണറായി വിജയൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ബന്ദിയാവും, പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, വേലക്കാർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല, കുട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല, ഫോൺ വിളിക്കാൻ പറ്റത്തില്ല. ഫോൺ അങ്ങോട്ട് അവർ വാങ്ങിച്ചു വയ്ക്കും. കീ എവിടത്തെ കീ ചോദിച്ചാലും കൊടുക്കുകയും വേണം. ഇങ്ങനത്തെ 2-3 പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ അവർ അനുവാദത്തോടു ആയിരിക്കും നോക്കുന്നത്. അവരെയും കൂടെ നിർത്തിക്കിട്ടൊക്കെ ആയിരിക്കും നോക്കുന്നത്. അല്ല പിന്നെ വല്ല എന്തെങ്കിലും വയ്ക്കാൻ പറ്റുള്ളൂ. രഹസ്യമായിട്ട് കൊണ്ടുവച്ചിട്ട് അവരെ ട്രാപ്പ് ചെയ്യാൻ അതൊന്നും പറ്റത്തില്ല. അവരുടെയും കൂടെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കും അലമാരകൾ, മേശകൾ, പിന്നെ ഭൂഗർഭാറയുണ്ടോ, മറ്റതുണ്ടോ, മറിച്ചതുണ്ടോ, തലാണയുണ്ടോ, കട്ടിലുണ്ടോ എന്നൊക്കെ സകല സ്ഥലം അരിച്ചു പറക്കാനാണ് ഈ സമയം എടുക്കുന്നത്. അവരുടെയും കൂടെ അനുവാദത്തോടെ അവരെയും കൂടെ വിളിച്ച് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. തത്വത്തിൽ പിണറായി വിജയനും ഇന്നലെ ബന്ദിയായിരുന്നു 8 മണിക്കൂർ. അതാണ് സഖാക്കളെ പ്രകോപിപ്പിച്ചത്. വീണ വിജയൻ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തു എന്നേ വരത്തുള്ളൂ. പക്ഷെ വീണ വിജയൻ അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലല്ല. കാരണം അത് ഒറ്റയ്ക്ക് താമസിച്ചാൽ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോവുകയുള്ളൂ. പിണറായി വിജയൻ്റെ വീട്ടിൽ താമസിക്കുന്ന അത്രയും പ്രൊട്ടക്ഷൻ പോലും കിട്ടുകയില്ല. ഒറ്റയ്ക്ക് താമസിച്ചാൽ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകും. അതുകൊണ്ടായിരിക്കും അവർ ഒന്നിച്ച് താമസിക്കുന്നത്. അതും കൂടി കൊണ്ടായിരിക്കാം. എന്തായാലും ഇത് വലിയൊരു സ്കാമല്ല. ഇപ്പോൾ 3 കോടി രൂപ കൊടുത്തു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇളവ് കിട്ടി എന്ന് പറയുന്നത് ഒരു വലിയ സ്കാമല്ല. കോടാനുകോടി രൂപയുടെ ഒരു സ്കാമല്ല, അഴിമതിയുമല്ല. അതിങ്ങനെ നടന്നൊരു പ്രോസസ്സ്. അതുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്ന് വിചാരിച്ചാൽ തെറ്റല്ലെന്നോ കുഴപ്പമില്ലെന്നോ അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ മുന്നോട്ടുള്ള യാത്ര കോടതി EDയോട് കോടതി അന്വേഷിക്കാൻ പറഞ്ഞു, അത് വേറെ കഥ. അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്വേഷിച്ച് വന്നാൽ ഇത് എവിടെ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഇതിനേക്കാൾ കോടാനുകോടി രൂപ അടിച്ചുകൊണ്ട് പോയ ശബരിമല എങ്ങും എത്താതെ നിൽക്കുകയല്ലേ. ശാരദാ ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ബംഗാളിൽ നടന്ന വലിയ ചിട്ടി ഫണ്ട് എവിടെ എത്തി? കരിവണ്ണൂറിലെ വളരെ വലിയ ചിട്ടി ബാങ്കിൻ്റെ ഇത് വന്നിട്ട് പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ പ്രാവച്ചമ്പലത്തിനടുത്തുള്ള മറ്റൊരു ബാങ്ക് വന്നല്ലോ. CPIയുടെ നേതാവിൻ്റെ ബാങ്ക് വന്നിട്ട് വല്ലതും സംഭവിച്ചോ? കണ്ടല സഹകരണ ബാങ്കിൽ വന്നിട്ട് വല്ലതും സംഭവിച്ചോ? നമ്മൾ ED വരും കേട്ടോ. ED കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പോകും എന്നുള്ളതല്ലാതെ അതിനൊരു ഫൈനാലിറ്റിയിലേക്ക് പോകുമെന്നോ അത് വലിയൊരു കേസായി മാറുമെന്നോ ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പം നാളെ തന്നെ അങ്ങ് ശിക്ഷിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു മണി ലോണ്ടറിങ് മാത്രമാണുള്ളത്. പണ ഇടപാട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ കൊലപാതകവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറാക്കി ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ തീരും, ഈ വിഷയം അവിടെ തീരും. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇത് ഈ ചാനലുകളൊക്കെ ബഹളം ഉണ്ടാക്കുന്ന പോലുള്ള ഒരു ജഗപുക ഇതിനകത്ത് സാധ്യതയില്ല. ഒരു ബോംബിനുള്ള സാധ്യത ഇതിനകത്തില്ല. പിന്നെ പറയാം പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തു, പിന്നെ അങ്ങനെ ചെയ്തു, പോലീസ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, മുകളിൽ കൂടെ ഇറങ്ങി താഴെ കൂടെ കയറി ജനൽ വഴി പുറത്തിറങ്ങി എന്നൊക്കെ പറയാം നമുക്ക്. അതൊക്കെ വാർത്ത വരുത്താം. പക്ഷേ ഇത് നനഞ്ഞ പടക്കമായിരിക്കും. ഇത് ബോംബായി പൊട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ, ഒന്ന്, ഇതിൻ്റെ എമൗണ്ട് വളരെ മീഗറാണ്. ഒരു 3 കോടി രൂപയുടെ കഥയേ ഉള്ളൂ. 2, പിണറായി വിജയൻ്റെ മക്കളാണ് ഈ ബിസിനസ് ചെയ്തിരിക്കുന്നത്, വാങ്ങുന്നതൊക്കെ.
അതിന് അപ്പച്ചൻ്റെ അല്ലെ അച്ഛൻ്റെ എന്തെങ്കിലും ആനുകൂല്യം നേടി കമ്പനി കൊടുക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് വഴിയായിട്ട് കമ്പനി കണ്ടെങ്കിൽ അതൊന്നും തെളിയിക്കാനുള്ള പ്രൂഫ് ഒന്നും കിട്ടണമെന്നില്ല. എക്സാലോജി കമ്പനി അവർ സർവീസ് കൊടുത്തതിൻ്റെ ഭാഗമായി 3 കോടി രൂപ കരിമണൽ കർത്തയുടെ മേടിച്ചതിന് തെളിവുണ്ട്. പക്ഷെ അങ്ങനെ മേടിച്ചത് കൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഭരണ സ്വാധീനത്തെ സ്വാധീനിച്ചുകൊണ്ട് കരിമണൽ കർത്ത എന്തെങ്കിലും അനധികൃതമായി നേടിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രോസസ്സല്ല. അത് വേറൊരു പ്രോസസ്സാണ്, വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുമോ? അതിലേക്കൊന്നും പോയില്ലെങ്കിൽ പിന്നെ ഇത് വീണ്ടും ഒരു നനഞ്ഞ പടക്കമായി ഇടി അങ്ങനെ കത്തി കത്തി കിടക്കും, പതഞ്ഞ് കിടക്കും. ഇത് ഒന്നും സംഭവിക്കില്ല. പിന്നെ പാണ്ഡയെ പോലെ ഭക്ഷണം കഴിച്ച് പാണ്ഡ കിടക്കുമെന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? ഒരു ഭാവ വ്യത്യാസമില്ല. എപ്പോഴും ആ ചവച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇടി അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇന്നലത്തെ പ്രശ്നം പോലത്തെ കാര്യങ്ങളൊക്കെ ഇടി ചെയ്യുമ്പോൾ കുറെ കൂടി പ്രിക്കോഷൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇന്നലെ ജീവനും സ്വത്തിനും ഒക്കെ പ്രശ്നമാകും. മോബ് വളരെ വയലൻ്റാണ്. അവർ തല്ലുകയൊക്കെ ചെയ്തെങ്കിൽ പിന്നെ ആ കൺഫ്യൂഷനിലേക്ക് പോകുമായിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത്. അത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയാണ്. അത് ഒരു ഭരണകൂടത്തിൻ്റെയും ഭാഗമായി നിൽക്കേണ്ടതല്ല. വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തെ കള്ളപ്പണത്തെയും മണി ലോണ്ടറിങ്ങിനെയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പിടിക്കാൻ നിൽക്കേണ്ട വളരെ ശക്തമായ ഒരു സംവിധാനമാണ്. പക്ഷേ അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് കൂടിക്കഴിഞ്ഞ് ആകെ നാശക്കോട്ടയാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഞാനീ പറഞ്ഞ പോലെ ഒരു ഹിമാലയൻ വലിയ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ വളരെ വലിയ ഒരു സംവിധാനത്തിൻ്റെ ഒരു സ്കാം ആണ് നടന്നത് എന്നുള്ളതൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ഇതൊരു കുറ്റിപ്പടക്കമാണ്. വലിയ ബോംബ് പോലെ പിന്നെ വലിയ പടക്കം പോലെ പൊട്ടാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഇതിനകത്ത് ഒരു കേസ് കയറി കിടക്കുന്നത് ഇതിലെ പ്രതി എന്ന് പറയുന്ന വീണ വിജയൻ്റെ ഫാദർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, പണം കൊടുക്കുന്ന പീരീഡിൽ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായിട്ട് വരും. അത് ചോദിച്ച് തെളിയിച്ചൊക്കെ വരാനും സമയമെടുക്കും. അതുകൊണ്ട് പിണറായി വിജയൻ എന്തായാലും 82 വയസ്സായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് ഇതെല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കി എടുക്കാനെന്നുള്ള സമയവും ഇല്ല. അദ്ദേഹത്തിനും സമയമില്ല, മറ്റുള്ളവർക്ക് സമയമില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഉരുണ്ട് ബാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാറാം കയ്യാറാം കളിച്ച് പോകും. ഒന്നും പ്രത്യേകിച്ച് ഇവിടെ സംഭവിക്കാനില്ല.